ഹലോ, ഞാൻ ഡോക്ടർ ബിനു അലക്സ്, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിലെ ഓർത്തോപെഡിക്സ് വിഭാഗം മേധാവിയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സന്ധി തേയ്മാനത്തെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളെക്കുറിച്ചുമാണ്. എന്താണ് സന്ധിയുടെ തേയ്മാനം? നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എല്ലുകൾ ജോയിൻ ചെയ്തു വരുന്ന ഒരു ഏരിയയാണ്. ആ സന്ധിയുടെ അറ്റത്ത്, എല്ലുകളുടെ അറ്റത്ത് നമുക്ക് തരുണാസ്ഥി അഥവാ കാർട്ടിലേജ് ഉണ്ട്. ആ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥിയാണ് ഒരു ജോയിൻറ്റിന് സ്മൂത്ത്നെസ് നൽകുന്നതും അതിൻ്റെ ഫുൾ മൂവ്മെൻറ്റ്സും നൽകുന്നതും. ഈ തരുണാസ്ഥിക്ക് വരുന്ന വിള്ളലുകളോ അത് തരുണാസ്ഥി നമുക്ക് നഷ്ടപ്പെടുമ്പോഴോ ആണ് ജോയിൻറ്റിന് തേയ്മാനം ഉണ്ടാകുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ജോയിൻറ്റ് തേയ്മാനം എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ? ജോയിൻറ്റിന് വേദന, ആ വേദന തന്നെ ആദ്യകാലങ്ങളിൽ അത് നമ്മൾ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാവും. പിന്നീട് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് നടക്കുമ്പോൾ തന്നെ വേദന വരാം. പിന്നീട് നമുക്ക് നടക്കണമെന്നില്ല, റെസ്റ്റ് സമയത്ത് തന്നെ നമുക്ക് വേദന ഉണ്ടാകാം. അതല്ലാതെ കണ്ട് വരുന്നതൊന്നാണ് നമുക്ക് ഡീഫോമിറ്റി. ചിലപ്പോൾ മുട്ടിന് വളവുകൾ പോലെ ഉണ്ടാകാം. ജോയിൻറ്റിന് സ്റ്റിഫ്നെസ് അഥവാ നമുക്ക് ഫുൾ മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് മുട്ട് നീർത്തുവാൻ പറ്റുന്നില്ല അഥവാ ഫുള്ളായിട്ട് മടക്കുവാൻ പറ്റുന്നില്ല. പിന്നെ ജോയിൻറ്റിനുണ്ടാകുന്ന സൗണ്ട്സ്, ചിലപ്പോൾ മടക്കുക നീട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ജോയിൻറ്റ് എല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയുന്നത് മൂലം ജോയിൻറ്റിനുണ്ടാകുന്ന സൗണ്ട്സ്. ഇങ്ങനെയാണ് ഇതിനുള്ള പല ലക്ഷണങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് സന്ധി തേയ്മാനം ഉണ്ടാകുന്നത്? മെയിനായിട്ട് നമുക്ക് പ്രായമാകുമ്പോൾ വരുന്ന വെയർ ആൻഡ് ടയർ അഥവാ ജോയിൻറ്റിന് വരുന്ന തേയ്മാനം തന്നെയാണ് തരുണാസ്ഥി തേഞ്ഞ് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ സാധാരണമായി കാണുന്നത്. എന്നാൽ ഇതുകൂടാതെ ഇഞ്ചുറീസ്, എന്തെങ്കിലും നമുക്ക് ജോയിൻറ്റിന് ഇഞ്ചുറീസ് വന്നിട്ടുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകാം. വാദങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവാം, അഥവാ ജോയിൻറ്റിൽ വരുന്ന ഇൻഫെക്ഷൻസ് മുതലായവ കാരണങ്ങൾ കൊണ്ടും സന്ധി തേയ്മാനം കാണുന്നുണ്ട്. ഏതൊക്കെ സന്ധികൾക്കാണ് ഇത് കൂടുതൽ കാണുന്നത്? യൂഷ്വലി ഇത് കാൽമുട്ടിനാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. കൂടാതെ ഇടുപ്പുകൾക്ക് വരാം, ഷോൾഡർ ജോയിൻറ്റിന് വരാം, എൽബോ ജോയിൻറ്റിന് വരാം, ആംഗിൾ ജോയിൻറ്റിന് വരാം. എങ്ങനെയാണ് ഡോക്ടർ ഒരു സന്ധിക്ക് തേയ്മാനം വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ അതിൻ്റെ പേഷ്യൻറ്റിന് കാണുന്ന ലക്ഷണങ്ങൾ നമുക്ക് നോക്കും. അതുപോലെ തന്നെ നമുക്കിതിന് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എക്സ്റേസ് ആണ്. എക്സ്റേസ് അതായത് പേഷ്യൻ്റ് നിന്നിട്ടുള്ള വെയിറ്റ് ബെയറിങ്ങിലുള്ള എക്സ്റേ, മുട്ടിൻ്റെ എക്സ്റേ എടുത്ത് നോക്കും. ഈ മുട്ടിൻ്റെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ജോയിൻ്റ് സ്പേസ് വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ടും അതിൽ ഓസ്റ്റിയോഫൈറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കും. അതുപോലെ തന്നെ മുട്ടിൻ്റെ വളവും മുട്ടിനെ എന്തുമാത്രം തേഞ്ഞിട്ടുണ്ട്, എല്ലിൻ്റെ ഭാഗവും കൂടെ തേഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൂടെ നമുക്ക് എക്സ്റേയിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. പിന്നീട് നമ്മൾക്ക് ബേസിക്കായിട്ട് നേരത്തെ ഇത് പറഞ്ഞ പോലെ ഇതിനെന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്നുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, വാദങ്ങളുടെ, ഇൻഫെക്ഷൻസിൻ്റെ ഇതെല്ലാം ബ്ലഡ് ടെസ്റ്റുകളും കൂടെ ചെയ്യുന്നതാണ്. എന്താണ് ഇതിൻ്റെ ചികിത്സ? നമ്മൾ ചികിത്സയിലേക്ക് വരുമ്പോഴത്തേക്കും ഇനിഷ്യൽ സ്റ്റേജസിൽ നമുക്ക് ഇതിന് ഫിസിയോതെറാപ്പി, നമുക്ക് ജോയിൻറ്റിനുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സ്, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എന്നിവയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് നീ ബ്രേസുകൾ, ഇപ്പോൾ എന്തെങ്കിലും ചെറിയ വളവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രേസുകളുണ്ട്. പിന്നെ ഇൻവേസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻറ്റിലേക്ക് ഇഞ്ചെക്ഷൻസ് എടുക്കാവുന്നതാണ്. ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന ഇഞ്ചക്ഷനുകൾ പെടുന്നു. ഈ ഇഞ്ചക്ഷൻസുകളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ലേറ്റർ സ്റ്റേജസിൽ വരുന്ന ചികിത്സയാണ്. ഇതിലും കഴിഞ്ഞ് ലാസ്റ്റ് ഗ്രേഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സർജറികളിലേക്ക് നീക്കേണ്ടി വരുന്നു. ഒരു സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലൈൻമെൻറ്റ്, അതായത് മുട്ടിന് വളവുകൾ ഉണ്ടെങ്കിൽ വളവുകൾ മാത്രം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ജോയിൻറ്റിലേക്ക് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, മുട്ടിൻ്റെ കാലിൻ്റെ മൊത്തമായിട്ടുള്ള അലൈൻമെൻറ്റ് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർജറിയാണ്. അത് അലൈൻമെൻറ്റ് കറക്ഷൻ സർജറി. അത് കുറച്ചും കൂടി യങ്ങർ ഏജ് ഗ്രൂപ്പുകളിലാണ് ചെയ്യുന്നത്. പിന്നീട് വരുന്നതാണ് യൂണിക് കോണ്ടൈലർ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. പിന്നീടാണ് നമുക്ക് ടോട്ടൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് വരുന്നത്. എന്താണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി? എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇതിനെക്കുറിച്ച്. പലരുടെ വിചാരണം എന്നാൽ ജോയിൻറ്റ് മൊത്തമായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇതിൽ നമ്മൾ ഏകദേശം മുട്ടിനോട് ചേർന്നിട്ടുള്ള ഏകദേശം 1 സെൻറ്റിമീറ്ററോളം മാത്രമാണ് നമ്മൾ മാറ്റുന്നത്. ഇപ്പോൾ മുട്ടിനാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ മുട്ടിൻ്റെ തൊടയെല്ലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം കുറച്ച് നമ്മൾ മാറ്റും. അതുപോലെ തന്നെ മുട്ടിൻ്റെ താഴെയുള്ള എല്ലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ
ഭാഗം നമ്മൾ തേഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് മാറ്റുന്നത്. എന്നിട്ട് അവിടെ നമുക്കൊരു കോബാൾട്ട് ക്രോമിയത്തിൻ്റെ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ടൈറ്റാനിയം മെറ്റീരിയലിൻ്റെ ഒരു ഭാഗം നമ്മൾ അവിടെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഹൈ ലിങ്ക്ഡ് പോളി എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ നമ്മൾ ഈ മുട്ട് ജോയിൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് യൂഷ്വലി ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് മുട്ട് ചിരട്ടയിലും അടിയിലും നല്ല തേയ്മാനം ഉണ്ടെങ്കിൽ ആ ചിരട്ടയുടെ ബട്ടണും കൂടെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഇതാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയിൽ നമ്മൾ ചെയ്യുന്നത്. പേഷ്യൻറ്റിനെ നമ്മൾ ഫുൾ ചെക്കപ്പുകളാണ് ചെയ്യുന്നത്. ബ്ലഡ് ചെക്കപ്പുകളുണ്ട്, യൂറിൻ ടെസ്റ്റുകളുണ്ട്. പേഷ്യൻറ്റിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ നമ്മൾ കാർഡിയോളജി വർക്കപ്പ് ചെയ്യും, മെഡിക്കൽ ചെക്കപ്പ് ചെയ്യും. യൂറിനറി ഇൻഫെക്ഷനോ പല്ലിൻ്റെ ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷനൊക്കെ കൺട്രോൾഡ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ. അതുപോലെ ഇതിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഓപ്പറേഷൻ സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തിയേറ്റർ ഭയങ്കര സ്റ്റെറൈലായിട്ടിരിക്കണമെന്ന്. അതായത് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ടെക്നിക്കായിട്ട് ലാമിനാർ എയർ ഫ്ലോ തിയേറ്ററിൽ വേണം. നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ലാമിനാർ എയർ ഫ്ലോ സിസ്റ്റം ഉള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ഏറ്റവും ഡ്രെഡഡ് ആയിട്ടൊരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷനാണ്. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻ്റ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള റൂൾ ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിയേറ്ററിനും നല്ല ലാമിനാർ എയർ ഫ്ലോ അല്ലെങ്കിൽ സുസജ്ജമായ ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള തിയേറ്റർ ആയിരിക്കണം. ഇനി എന്താണ് നമ്മൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്നത്? ഓപ്പറേഷൻ കഴിഞ്ഞതിന് നമ്മൾ 24 hours തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ വാക്കിംഗ് ചെയ്ത് തുടങ്ങും. വാക്കിംഗ് നമ്മളൊരു വാക്കർ സപ്പോർട്ടിലായിരിക്കും നടത്തുന്നത്. മുട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്തു തുടങ്ങും. ഒരു പതുക്കെ 60 degree 90 degree അങ്ങനെ പതുക്കെ ചെയ്തു തുടങ്ങും. നീഡ് സ്ട്രെങ്തനിങ് എക്സസൈസുകളും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് എല്ലാവർക്കും ഒരു പേടിയാണ്. ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സക്സസ്ഫുൾ ആവുക എന്നുള്ളത്. ഈ ലേറ്റസ്റ്റ് ടെക്നിക്കുകൾ എല്ലാം വന്നതിന് ശേഷം ഏകദേശം ഇതൊരു 95% സക്സസ് റേറ്റ് ആണ് ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്. വൺ ഓഫ് ദി സക്സസ്ഫുൾ സർജറീസ് ആണ് ഓർത്തോപെഡിക്സിലെ. പിന്നെ ഇൻഫെക്ഷൻസ് റേറ്റ്സും ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ വേറൊരു സംശയം എല്ലാവർക്കും ഉള്ളത് ഇതിൽ വേദന എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനസ്തേഷ്യ ടെക്നിക്സ് കാരണം നമുക്ക് ഓപ്പറേഷൻ സമയത്തും ഓപ്പറേഷന് ശേഷവും നമുക്ക് ബ്ലോക്സ്, അതായത് വേദന സംഹാരികളുടെ മരുന്നുകൾ കഴിക്കുകയല്ല, അല്ലാതെ കണ്ട് തന്നെ നമുക്ക് ലോക്കലായിട്ട് ആക്ട് ചെയ്യുന്ന മരുന്നുകൾ, എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ്സ് അഥവാ ലോക്കലായിട്ട് നമുക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് എന്നിവയ്ക്ക് ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്.